ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കരിമംഗല്യം മാറാനുള്ള സൂപ്പർ ടിപ്സും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ കരിമംഗല്യം മാറാൻ അടിപൊളി ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഇരട്ടി മധുരം തേനും ചേർത്തുള്ള പാക്ക് കേട്ടോ. സൂപ്പറാണ്. അതുപോലെ തന്നെ ഇതും അടിപൊളി ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന്. ആദ്യം തന്നെ നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഇരട്ടി മധുരം കേട്ടോ. ഇരട്ടി മധുരം വെച്ചുള്ള പാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇരട്ടി മധുരത്തിൻ്റെ കൂടെ വേറെ 3 സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ നല്ല ഡബിൾ റിസൾട്ട് തന്നെ കിട്ടുമേ. അപ്പോൾ നമുക്ക് ഇരട്ടി മധുരം വേണം. പിന്നെ വേണ്ടത് കറ്റാർവാഴയുടെ ജെല്ല് വേണം കേട്ടോ. നമുക്കിതുപോലെ ഒറിജിനൽ കറ്റാർവാഴ കിട്ടുവാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ജെല്ലില്ലേ, കറ്റാർവാഴയുടെ ജെല്ല്, അത് കേട്ടോ. പക്ഷേ ഏറ്റവും നല്ലത് അടിപൊളി സാധനം നമ്മുടെ ഒറിജിനൽ കറ്റാർവാഴ ജെല്ല് തന്നെയാണ്. അപ്പോൾ കറ്റാർവാഴ ജെല്ല് വേണം. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഇവിടെ കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ മഞ്ഞളില്ലേ, പച്ചമഞ്ഞളില്ലേ, അതാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ പൊടിച്ചെടുത്ത പൊടിയില്ലേ, അതാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ എടുത്തേക്കണത് നമ്മുടെ പച്ചമഞ്ഞൾ നന്നായിട്ട് കഴുകി ചതച്ചെടുത്തതാണ്. മഞ്ഞളെടുത്തു. പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങ കുറച്ച് മതി കേട്ടോ. ഞാൻ എടുത്തുന്നേ ഉള്ളൂ, പകുതി കഷ്ണം എടുത്തുന്നേ ഉള്ളേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ. ഇരട്ടി മധുരത്തിൻ്റെ ഒരു കുറച്ച് പൊടിയേ ഉള്ളൂ കേട്ടോ. നമുക്കതൊന്ന് എടുത്തേക്കാം. ഇത് ഫുള്ള് എടുക്കണേ. പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞളില്ലേ, മഞ്ഞപ്പൊടിയാണെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒറിജിനൽ മഞ്ഞപ്പൊടി തന്നെ എടുക്കണം. ഇത് ഞാൻ പച്ചമഞ്ഞൾ ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ട സാധനം ചെറുനാരങ്ങയുടെ നീര് നമുക്ക് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയേ. മുഖത്ത് തേക്കുന്നല്ലേ, അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇത് മതിയേ. നമുക്കിനി കറ്റാർവാഴ ജെല്ലും കൂടി ഒന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിന് മിക്സ് ചെയ്യുന്ന കറ്റാർവാഴ ജെല്ല് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് തൈരോ റോസ് വാട്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷേ കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ മുഖമൊക്കെ നല്ല സ്മൂത്ത് ആവുകയും നല്ല സോഫ്റ്റ് ആവുകയും ഒക്കെ ചെയ്യുള്ളൂ. പാടൊക്കെ പോകാനും കറ്റാർവാഴയുടെ ജെല്ല് അടിപൊളി ഒരു സാധനം തന്നെയാണ്. അപ്പം നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാനിത് കടയിൽ നിന്ന് മേടിച്ച കറ്റാർവാഴ ജെല്ലാണിത്. ഞാനിത് കുറേശ്ശെ ആയിട്ട് നമ്മുടെ മുഖത്തിനും അതുപോലെ തന്നെ പിരികത്തും തേക്കാനൊക്കെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചേട്ടൻ കടയിൽ നിന്ന് മേടിച്ച് തന്നതാണ്. കടയിൽ നിന്ന് മേടിച്ചത് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ. കേടാവുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. അതിൻ്റെ ആ വേര് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് കേടാവത്തേയില്ല, ഫ്രഷായിട്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നോളും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമുക്കിത് ഇങ്ങനെ കട്ടയായിട്ടാണ് കിട്ടണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ആകുമ്പോൾ തന്നെ ഇതുപോലൊരു പാക്കിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചൊന്ന് താമസമുള്ളതേ ഉള്ളൂ. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. സ്പൂണൊന്നും വേണ്ട. സ്പൂൺ നമുക്ക് ഇതുപോലെ ഒന്ന് പാക്കായിട്ട് കിട്ടത്തില്ലേ. അപ്പം ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്നേക്കണത്. ഇത് നമുക്ക് പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലവണ്ണം കരിമങ്കലം ഉള്ളവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. സ്ക്രബ് ചെയ്തിട്ട് ഈ പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്തായാലും 1 മാസത്തിനുള്ളിൽ നമ്മുടെ മുഖത്തിൽ നല്ലോണമുള്ള കരിമങ്കലൊക്കെ നല്ലോണം ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞു കിട്ടുമേ.
പിന്നെ കരിമംഗല്യം ഉള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഈ പാക്ക് നല്ലതാണ് കേട്ടോ. അതായത് മുഖത്തിലുള്ള കുരുവന്ന പാടുകൾ കുറയാനും പിന്നെ കരുവാളിപ്പ് പോകാനും ഒക്കെ അടിപൊളി ഒരു പാക്ക് തന്നെയാണ്. അപ്പം ഒത്തിരി കരിമംഗല്യം ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പാക്ക് ദിവസം ഇടാം. ഇപ്പോൾ ഒത്തിരി നില്ല കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ചാലും മതി. പക്ഷേ സ്ക്രബ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 3 തവണ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. അതാണ് മുഖത്തിന് നല്ലതേ. ഞാനിതാ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് പച്ചമഞ്ഞളാട്ടോ എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. കസ്തൂരി മഞ്ഞൾ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി കിട്ടും. പിന്നെ എല്ലാവരും പറയണത് കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറല്ല ക്രീം കളറാണെന്നാണ്. അത് കുറച്ച് നാളുകളായിട്ട് ഞാനത് മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ പണ്ടൊക്കെ നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പം സാധാരണ മഞ്ഞ കളറാണ് നമ്മുടെ മനസ്സിലോട്ട് ഓടി എത്തണം അല്ലേ. ഇപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ക്രീം കളറുള്ളതാണ് കസ്തൂരി മഞ്ഞളെന്ന്. നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. നല്ല കമ്പനിയുടെ നോക്കി മേടിക്കുവാണെങ്കിൽ നമുക്കത് ഇതുപോലത്തെ പാക്ക് തേക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മഞ്ഞ കളറുള്ള കസ്തൂരി മഞ്ഞളില്ലേ, അത് തേക്കുമ്പോൾ ചില ആൾക്കാർക്ക് പുകച്ചൽ പോലെ ഉണ്ട്. പക്ഷെ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞളില്ലേ, അത് തേക്കുമ്പോൾ ഒരു പുകച്ചിലില്ല കേട്ടോ. ഇതിലേതാ കസ്തൂരി മഞ്ഞൾ എന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല ഏതാ കറക്റ്റ് എന്ന്. എല്ലാവരും പറയുന്നു, കുറച്ച് ആൾക്കാർക്ക് പറയുന്നു മഞ്ഞ കളറാണെന്ന്, കുറച്ച് ആൾക്കാർ പറയുന്നു ക്രീം കളറാണെന്ന്. പണ്ട് തൊട്ടേ ഉള്ളൊരു സംശയം ഏതാണ് ഒറിജിനൽ എന്ന് അറിയത്തില്ല. ഏതായാലും മറ്റേ മഞ്ഞ കളർ കസ്തൂരി മഞ്ഞൾ എനിക്ക് പിടിക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പുകച്ചിൽ തോന്നും. സാധാരണ മഞ്ഞൾ നമുക്ക് ഒരു കുഴപ്പമില്ല. ആ മഞ്ഞ കളറുള്ള കസ്തൂരി മഞ്ഞൾ പിടിക്കില്ല. പിന്നെ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞളുടെ പാക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും മുഖത്തിനൊക്കെ നല്ലതാണ്, മുഖത്ത് നിറവയ്ക്കാനും ഒക്കെ നല്ലതാണ്. നമുക്ക് ഒരു സൈഡ് എഫക്റ്റും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തേക്കുന്നതനുസരിച്ച് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ കഴുത്തിന് ഇത്രയല്ലേ ഡ്രസ്സിൻ്റെ ഇറക്കം ഇവിടം വരെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടം വരെ തേക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പാക്ക് ഇതാ തീർന്നേ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും എടുത്ത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇനിയിപ്പോൾ ഇത്തിരി അങ്ങ് കൂടിപ്പോയാലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് കൈകളിലൊക്കെ തേച്ചങ്ങ് കൊടുക്കുക. എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് വെക്കേണ്ട. ഇനി ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒത്തിരി മുഖത്തുള്ള രോമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഈ മഞ്ഞൾ വെച്ചുള്ള ഒരു പാക്കുകളൊക്കെ. ഇത് കട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. കരിമങ്കലുള്ളവർക്ക് നല്ലവണ്ണം കുറഞ്ഞു കേട്ടോ. അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ് ഇരട്ടി മധുരം കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. തേൻ ചേർത്തുള്ള പാക്കൊക്കെ അത് അടിപൊളിയാണ്. നല്ല മുഖത്ത് കരിമങ്കലൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറയും. അപ്പോൾ എത്ര കരിമങ്കലുള്ള ആൾക്കാരൊക്കെയാണ് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് അതിൻ്റെ ഡെഡ് സെല്ലൊക്കെ കളഞ്ഞിട്ട് പാക്ക് ഇടുവാണെങ്കിലാണ് ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ. മിനിങ്ങാന്നൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമങ്കല് മാറണ മുഖത്ത് പാടുകളും കുത്തുകളൊക്കെ ഉണ്ടെന്ന്. ഇതുപോലത്തെ നാച്ചുറൽ പാക്കൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള അത്യാവശ്യ പാടുകളും കുത്തുകളൊക്കെ മാറിക്കോളൂ കേട്ടോ. നമ്മൾ കെമിക്കലായിട്ടുള്ള ക്രീമുകൾ ഒരു കാരണവശാലും തേക്കരുത്. അത് തേച്ച് കഴിയുമ്പം ഒരാഴ്ചയ്ക്ക് നല്ല ഒരു ഗ്ലോ ഒക്കെ നമ്മുടെ മുഖത്തുണ്ടാവും. പക്ഷെ അത് നമ്മൾ 2 ദിവസം ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു നിറമൊന്നും കിട്ടണമെന്നില്ല. ഇതുപോലെ നാച്ചുറൽ പാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സൈഡ് എഫക്റ്റും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും. വെളുത്ത് അങ്ങനെ സായിപ്പ് പോലെ ആയില്ലെങ്കിലും നമ്മുടെ മുഖം നല്ല നാച്ചുറൽ ലുക്ക് തന്നെ ഉണ്ടാവും കേട്ടോ. അതല്ല എല്ലാവർക്കും ഇഷ്ടം. പിന്നെ മുഖത്ത് കരിമങ്കലൊക്കെ വരുമ്പോൾ എനിക്കറിയാം, അതിൻ്റെ ഒരു വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. എൻ്റെ അമ്മയ്ക്കും കരിമങ്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ നാച്ചുറൽ പാക്കുകൾ ചെയ്ത് അമ്മയുടെ കരിമങ്കലൊക്കെ പൂർണ്ണമായിട്ടും കുറഞ്ഞില്ല, എന്നാലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മ കണ്ടിന്യൂസ് തേക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മുഖത്തുള്ള കരിമങ്കലും പൂർണ്ണമായിട്ടും പോകാത്തത് കേട്ടോ. അപ്പം വെയിലടിക്കുമ്പോഴാണ് അമ്മയ്ക്ക് കരിമങ്കലും കൂടുതലായിട്ട് തെളിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് അമ്മ സൺസ്ക്രീൻ ലോഷനൊക്കെ തേക്കാറുണ്ട്.
അപ്പോൾ നിങ്ങൾക്കും കരിമങ്കലുള്ളവരൊക്കെ ആണെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ ലോഷൻ, നല്ല വില ഇച്ചിരി കൂട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു സൺസ്ക്രീൻ ലോഷൻ തന്നെ മേടിച്ച് തേക്കുക. നമ്മുടെ മുഖത്ത് ഡാമേജ് ഒന്നും വരാതിരുന്നോളും. അപ്പോൾ ഞാനിതാ മുഖത്ത് നല്ല കട്ടിലങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വരെ നമ്മുടെ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടർ പറഞ്ഞ് എൻ്റെ മുഖം നല്ല ഇച്ചിരി വെളുത്തിട്ടുണ്ട്, കഴുത്ത് ഇരുനിറമായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇരുനിറം തന്നെയാണ്. ഇനി ഈ ടിപ്സ് ചെയ്ത് എൻ്റെ മുഖത്ത് ഇച്ചിരി പ്രകാശം വന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കൂട്ടം കുഞ്ഞായിരുന്ന തൊട്ട് ഞാൻ ടിപ്സ് ഒന്നും ചെയ്തില്ല, എനിക്കെല്ലാം മടിയായിരുന്നു. എൻ്റെ മുടി പോയതോടെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യുന്നതിന് ഒക്കെ മടിയായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പണ്ടത്തെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ കാണാം ഡേ ലൈഫായിരുന്നു മുഴുവനായിട്ട്. പിന്നെ പിള്ളേരുടെ വീഡിയോസൊക്കെ ആയിരുന്നു. ഈ ഒരു വർഷമായതേ ഉള്ളൂ നമ്മൾ ടിപ്സിലോട്ട് അങ്ങ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ടിപ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് തേച്ച് ഞാൻ പരീക്ഷണ വസ്തുവാക്കി വെച്ചേക്കാം എൻ്റെ മുഖം കേട്ടോ. അതുകൊണ്ട് എൻ്റെ മുഖം നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. മുഖത്ത് ഇച്ചിരി ഗ്ലാമറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇരുനിറം തന്നെയാണ്. ചിലപ്പം ഫോണിൻ്റെ വെട്ടം കണ്ടൊക്കെ ആയിരിക്കും ഒത്തിരി അങ്ങനെ ഒരുപാട് അങ്ങനെ ബ്രൈറ്റൊന്നുമില്ല, സാധാരണ ഇരുനിറം തന്നെ. കൈയൊക്കെ കാണുമ്പോൾ അതൊരു ഇരുനിറം തന്നെയാണ്. പക്ഷേ ഇച്ചിരി നിറമുള്ളത് എൻ്റെ മുഖത്താണ്. കാരണം ഈ നാച്ചുറൽ ടിപ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത്തിരി വെളുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ടിപ്സ് ഒരു കാരണവശാലും മുടക്കരുത്. അടിപൊളിയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ പാക്കുകളും സൂപ്പർ പാക്ക് തന്നെയാണ് കേട്ടോ. നിറം വയ്ക്കാൻ അടിപൊളി പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, കരിമങ്കൽ മാറാൻ അടിപൊളി പാക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുടിക്ക് ഉള്ളിൽ വയ്ക്കാനുള്ളതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചിരിക്കുന്നത്. സൂപ്പർ ടിപ്സുകൾ കാര്യങ്ങളൊക്കെയാണ്. എന്നെപ്പോലെ തന്നെ നിറം കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒത്തിരി അങ്ങ് വെളുത്ത് വരുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ മുഖത്തിൽ ആ പാടുകളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും, കരിവാളിപ്പൊക്കെ നന്നായിട്ടങ്ങ് മാറിക്കിട്ടും. നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഒരു നിറം ഉണ്ടല്ലോ ഇച്ചിരി കൂടെ ഒന്ന് തെളിഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്ക് കരിമങ്കൽ മാറാനുള്ള അടിപൊളി പാക്കാണ്. അപ്പം കരിമങ്കലുള്ളവരൊക്കെ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കറ്റാർവാഴ ജെല്ല് കിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. കറ്റാർവാഴ ജെല്ല് നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടും, വേരോട് തന്നെ കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ചേട്ടായി മേടിച്ചത്, നമുക്ക് ഇവിടെയൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതേ. അപ്പോൾ കറ്റാർവാഴ ജെല്ല് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇതുപോലെ പാക്കൊക്കെ ഉപയോഗിക്കാനും മുടിക്കും മുഖത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരട്ടിമധും തേനും ചേർത്തുള്ള പാക്ക്. അത് കരിമങ്കലും പോകാനും നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ. വെയിലത്ത് അല്ലെങ്കിൽ തേക്കുന്നതിന് കുഴപ്പമില്ല, വെയിൽ കൊള്ളാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ നട്ടാപ്പകലാണ് ഉച്ചയ്ക്കാണ് തേക്കണത്. പക്ഷേ ഞാൻ മുറ്റത്തങ്ങനെ ഇറങ്ങില്ല. ഉണ്ണിക്കുട്ടിനെ കൂട്ടാൻ പോകുമ്പോൾ ഞാൻ അന്നേരം തന്നെ സൺസ്ക്രീൻ ലോഷൻ തേക്കും കേട്ടോ. എനിക്ക് പേടിയാണ് മുഖത്ത് നമ്മളിങ്ങനെയൊക്കെ തേച്ചിട്ട് വെയിൽ കൊണ്ടാൽ നമുക്ക് പെട്ടെന്ന് മുഖത്ത് കേടുവരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പാക്കൊക്കെ ഉണങ്ങും കേട്ടോ. ഇത് നമുക്ക് കഴുകാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാവേ. ഇവിടെ നിന്ന് കഴുകിയാൽ ശരിയാവില്ല കേട്ടോ. കഴുകിയിട്ട് വേഗം തന്നെ വരാം. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടങ്ങ് വന്നിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ? മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു നാച്ചുറൽ പാക്കാട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊക്കെ ചെറിയൊരു മഞ്ഞപ്പ് പോലെയുണ്ട്. മുഖമൊക്കെ നോക്കി നല്ല സോഫ്റ്റായി. ഇരട്ടി മധുരത്തിൽ പാക്ക് ഇടുമ്പോൾ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവേ. പിന്നെ ഒത്തിരി ഒന്നും മഞ്ഞളെടുത്തില്ല കേട്ടോ, ഒരു നുള്ള മഞ്ഞപ്പൊടി എടുത്തോളൂ. അല്ല മഞ്ഞളെടുത്തോളൂ. എൻ്റെ കൈയൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അത് മഞ്ഞൾ അരച്ചതിൻ്റെ ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് തേക്കുവാണെങ്കിൽ തന്നെ പകരം തേച്ചാലും കുഴപ്പമൊന്നുമില്ല. തേക്കുവാണെങ്കിൽ തന്നെ വെയിൽ കൊള്ളാതിരിക്കുക. അപ്പോൾ അടിപൊളിയൊരു പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ കരിമങ്കലുമാണ്, മുഖത്ത് ഇവിടെയൊക്കെ പാടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ഇരട്ടി മധുരം വെച്ചുള്ള പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇരട്ടി മധുരം തേനും വെച്ചുള്ള പാക്ക് സൂപ്പറാണ്. അതുപോലെ തന്നെ ഇരട്ടി മധുരം ഇപ്പോൾ എടുത്ത പാക്ക് ഇരട്ടി മധുരം, അലോവേറ ജെല്ല്, ചെറുനാരങ്ങയുടെ നീര്,
കസ്തൂരി മഞ്ഞളാണ് നല്ലത്. കസ്തൂരി മഞ്ഞൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ പച്ച മഞ്ഞൾ എടുത്തത് കേട്ടോ. കസ്തൂരി മഞ്ഞൾ എടുക്കുവാണെങ്കിൽ നല്ലതാണ്, മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ അടിപൊളി സാധനമാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ഞാൻ പറഞ്ഞില്ല, കടയിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് പൊടി കിട്ടും കേട്ടോ, അതും നല്ലതാണ്. അപ്പം കസ്തൂരി മഞ്ഞളുടെ പാക്കാണ് ഏറ്റവും നല്ലത്. മഞ്ഞളിനേക്കാളും ഇച്ചിരി കൂടുതൽ നല്ലത് കസ്തൂരി മഞ്ഞളാണ്. അപ്പം ഇന്നത്തെ പാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.